ഹലോ. എന്തുകൊണ്ടാണ് നമ്മൾ ശുഭരാത്രിയിൽ UA ഖാദറിനെ ഓർമ്മിക്കാതിരുന്നത്, അദ്ദേഹത്തിന് ഒരു വിട ചൊല്ലാതിരുന്നത് എന്ന് ശുഭരാത്രി കൂട്ടത്തിലൊരു ചോദ്യം വന്നിരിക്കുന്നു. അത് അങ്ങനെയില്ല. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഈയിടെ ഞാൻ അദ്ദേഹത്തെ വായിച്ചില്ല, കുറേ കാലം മുമ്പാണ് വായിച്ചത്. പക്ഷെ ഓർമ്മകളില്ലാതിരുന്നിട്ടല്ല. നിങ്ങൾക്കറിയാം, പത്രപ്രവർത്തകരെന്ന് പറഞ്ഞാൽ ഒരു ത്രഷോൾഡ് വെലോസിറ്റി കഴിയുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ അല്ല പലപ്പോഴും ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വായനയിലൂടെ ഒരു വലിയ വിഗ്രഹമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ പലപ്പോൾ അവരുടെ ഒരു ധാർഷ്ട്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട്, ആ വിഗ്രഹം ഉടഞ്ഞു പോവുകയാണ് പതിവ്. അങ്ങനെ ഒരിക്കലും വിഗ്രഹം ഉടയാതെ അത് തിളങ്ങി നിൽക്കുന്ന ഓരോ കാണലിലും അല്ലെങ്കിൽ ഓരോ അനുഭവത്തിൽ നമുക്ക് വളരെയധികം ബഹുമാനം മാത്രം ബാക്കി നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അത്തരത്തിലൊരാൾ തന്നെയായിരുന്നു UA ഖാദർ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ മറ്റൊരു പ്രത്യേകതയും ഉണ്ട്. അതായത് പല സമയത്ത് പല ബാനറിലായിരിക്കും ജോലി ചെയ്യുന്നത്. ഏറ്റവും നല്ല പത്രത്തിലോ TV-ലോ ആയിരിക്കും, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഫ്രീലാൻസർ ആയിരിക്കും. അതനുസരിച്ചും ചിലരുടെ സ്വഭാവങ്ങൾ മാറി മറിയുന്നത് കാണാറുണ്ട്. പക്ഷെ ആ സ്വഭാവം അങ്ങനെ മാറി മറിയാത്ത ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ഇനി ഒരു സാമീപ്യം കൂടെ ഉണ്ട്. അദ്ദേഹം എപ്പോഴും അപർമ്മക്കാരി അമ്മയും കോഴിക്കോട്ടുകാരൻ കാക്ക അച്ഛനും എന്ന് പറയുമ്പോൾ ഞാനും ചിരിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കും. മഹാരാഷ്ട്രീയൻ അച്ഛനും കേരളക്കാരി അമ്മയും ആ ഒരു സങ്കരതയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മാമൈദിയുടെ മകൻ. ഈ മാമൈദിയുടെ മകൻ എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും അദ്ദേഹത്തിന് തന്നെ അത് ഇഷ്ടമുള്ള ഒരു ഓർമ്മയായിരുന്നു മാമൈദിയുടെ മകൻ എന്ന് പറയുന്നത്. മാമൈദി എന്ന ബർമ്മക്കാരി കോഴിക്കോട്ടെ കാക്കയും ഒത്തുചേർന്നപ്പോൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. 3-ാം നാൾ കണ്ണടച്ച കഥ വളരെ കാലം കഴിഞ്ഞാണ് അദ്ദേഹം അറിഞ്ഞത്. ബില്ലിലെ ആശുപത്രിയിൽ കിടന്ന് ചോര കുഞ്ഞിനെ പെറ്റിട്ട നേരത്ത് മാമേദിക്ക് കലശലായ വസൂരി രോഗമായിരുന്നത്രേ. പിന്നീട് അദ്ദേഹം ബുദ്ധി ഉറച്ച ശേഷം കേട്ട കഥകളിലെ കെട്ടുപിണഞ്ഞ നൂലിഴകൾ അഴിച്ചു നിവർത്തിക്കാൻ ഇന്നുവരെ ശ്രമിച്ചിട്ടില്ല. മനസ്സിൽ ഉമ്മയുടെ രൂപമില്ല. എന്നെ മടിയിലിരുത്തി ഓമനിക്കുകയും കണ്ണീർ തുടയ്ക്കുകയും ചെയ്യുന്ന ബിത്തിത്വാങ്ങിൻ്റെ രൂപമേ ഉള്ളൂ. ബിത്തിങ് വാങ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അനുജത്തിയാണ്, ബർമ്മക്കാരിയാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ കുട്ടിയെ അവരുടെ കൂടെ വളർത്തണം എന്ന്. പക്ഷേ അവരുടെ വീട്ടുകാർക്ക് മലയാളി കാക്കയുടെ കൂടെ ഇറങ്ങിപ്പോയ പെങ്ങൾ മാമൈദി മരിച്ചതിൽ ഈ പെങ്ങളുടെ ആങ്ങളെ സങ്കടപ്പെട്ടില്ല. ഉടപ്പിറന്നവളുടെ മകനെ എടുത്ത് കൊഞ്ചിക്കുന്ന അനിയത്തിയെ ശകാരിക്കാനും അയാൾക്ക് ശക്തിയില്ലായിരുന്നു. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു കോമ്പിനേഷനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ബാപ്പയാവട്ടെ അന്ന് എവിടെയെല്ലാം പോകുമോ അവിടെയെല്ലാം എന്നെ കൊണ്ടുപോയി. ഐരാവതി, അത് അവിടുത്തെ പുഴയാണ്. ഐരാവതി പുഴയല്ല, വലിയൊരു നദിയാണ്. അതിൽ വെള്ളം പൊങ്ങി ഇടയ്ക്ക് ഇവരെല്ലാം അതിനകത്ത് പോകാനൊക്കെ സാധ്യതയുണ്ട്. ഐരാവതിയിൽ എപ്പോഴാണ് വെള്ളം പൊങ്ങുകയെന്ന് അറിയില്ലല്ലോ. പഗോഡകൾ നിറഞ്ഞ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഉത്സവകാലം വരുമ്പോൾ വഴിപാണിപ്പത്തിനിറങ്ങുന്ന ബാപ്പയും കൊക്കോയും ബാപ്പയുടെ ജ്യേഷ്ഠനും ഉന്തുവണ്ടിയിൽ സാമാനങ്ങൾക്കൊപ്പം എന്നെയും വെച്ചാണ് യാത്രയാവുക. ഉത്സവ സ്ഥലത്തെ ചന്തപ്പുരകളുടെ പിന്നാമ്പുറത്ത് അടുപ്പ് കൂട്ടി വെച്ച് കാച്ചിയുണ്ടാക്കുകയും എന്നെ തീറ്റിക്കുകയും കൂടെ കിടത്തി ഉറക്കുകയും ചെയ്ത ബാപ്പ ചെക്കനെ അവൻ്റെ ഇളയമ്മയുടെ അരികെ നിർത്താമായിരുന്നു. ഒരുപക്ഷെ അവർ വിട്ടുതന്നില്ലെങ്കിലോ. മാമൈദിയുടെ മകനെ നഷ്ടപ്പെടുത്താൻ അന്ന് ബാപ്പ തയ്യാറായിരുന്നില്ല. അതാ അന്ന് എന്നത് വേണ്ട അല്ലേ, ആ ബാപ്പ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ചെക്കൻ ഉത്സവപ്പറമ്പുകളിലെ കൊടിതോരണങ്ങൾ കണ്ടു, വ്യാളി മുഖങ്ങൾ കണ്ടു. ആഘോഷ വരവുകൾക്ക് മുമ്പിൽ തൊലിയുരിച്ച് കമ്പിയിൽ കോർത്ത് പന്നികളെ ചുമലിലേറ്റി നൃത്തം വയ്ക്കുന്നവർ. അങ്ങനെ ഒരുപാട് കാഴ്ചകളെക്കുറിച്ച് അദ്ദേഹം പറയാറുണ്ട്. പക്ഷേ പിന്നീട് ഒരു നാൾ ബില്ലിൻ മാർക്കറ്റ്, അതായിരുന്നു അവരുടെ സെൻറ്റർ, മാർക്കറ്റിൻ്റെ മുകളിലൂടെ വിമാനങ്ങൾ ഇരമ്പിപ്പായുന്നത് കണ്ടു. മാർക്കറ്റിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്ന ആളുകൾ ഭയന്നു. പെട്ടെന്ന് മാർക്കറ്റിലെ പീടികകൾ അടച്ചു. എവിടെ നിന്നോ സൈറൺ വിളികൾ മുഴങ്ങുന്നു. ബിത്തിങ് വാങ്ങിൻ്റെ മടിയിലിരിക്കുകയായിരുന്ന എന്നെ ബാപ്പ എടുത്തത് നിർബന്ധപൂർവ്വമാണ്. ഞാൻ ബിത്തിങ് വാങ്ങിൻ്റെ മടിയിൽ പറ്റിച്ചേർന്നിരുന്നു. എന്നെ പറിച്ചെടുക്കുകയായിരുന്നു. സ്വർണ്ണക്കടയിലെ ബർമ്മക്കാരൻ പെട്ടെന്നിറങ്ങി വന്ന് പെങ്ങളെ ശകാരിക്കുകയും തല്ലുകയും ചെയ്തു. ബിത്തിങ് വാങ് കരയുകയും അലമുറയിട്ട് എന്തൊക്കെയോ പറയുകയുമാണ്. അന്ന് പുഴത്തീരത്തെ താമസസ്ഥലത്തു നിന്നും എങ്ങോട്ടെന്നില്ലാതെ ബാപ്പയും മുത്താപ്പയും കൊക്കോയും കയ്യിൽ കൊണ്ടുപോകാവുന്ന പെട്ടികളിൽ കിട്ടാവുന്ന സാമാനങ്ങൾ കുത്തിനിറച്ച് വീട് കൂട്ടിയിറങ്ങി. തൊട്ടപ്പുറത്തെ ചീനക്കാരനും ചീനക്കാരിയും മാറത്തടിച്ച് വിലപിക്കുന്നതാണ്. അത് അവരുടെ അയൽവക്കക്കാരായിരുന്നു. വണ്ടിയിലോ ട്രക്കിലോ നിശ്ചയമില്ല ആൾക്കൂട്ടത്തിനൊപ്പം എത്തിയത്
റങ്കൂൺ പട്ടണത്തിലാണ്. ഹാർബറിൽ അവസാനത്തെ കപ്പൽ യാത്രക്കാരെയും വഹിച്ച് തുറമുഖം വിടർന്നു. മുത്താപ്പ വാവിട്ട് കരഞ്ഞു. ബാപ്പ എന്നെ മാറോട് ചേർത്ത് വിതുമ്പി. കൊക്കോയ് നെഞ്ചത്തടിക്കുന്നു. റങ്കൂൺ തെരുവീഥികളിൽ നിറയെ ജനം. മുകളിൽ പോർ വിമാനങ്ങൾ വട്ടമിട്ടു പറക്കുന്നു. അപായം വിളിച്ചോതുന്ന സൈറൺ വിളികൾ. ഏതോ ഒരു വാഹനത്തിൽ നിന്നും എങ്ങോട്ടൊന്നില്ലാത്ത യാത്ര. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് പനി പിടിച്ചായിരുന്നു. ആ പനി പിടിച്ചിട്ട് അങ്ങനെ അവസാനം ഒരു അതിർത്തിയിൽ വാഹനം നിന്നു. എല്ലാവരും ഇറങ്ങി. പിന്നീട് നടത്തമായിരുന്നു. അങ്ങനെ നടന്നൊടുവിൽ എത്ര രാവുകൾ, എത്ര പകലുകൾ ആർക്കും അറിയില്ലായിരുന്നു. അങ്ങനെയാണ് അവസാനം ചിറ്റഗോങ് അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും പട്ടാളക്കാരാണത്രേ കൽക്കത്ത തീവണ്ടി ഓഫീസിലെത്തിച്ചത്. നാട് പിടിക്കാനുള്ള വെമ്പൽ. യുദ്ധം കണ്ട് അമ്പരന്ന് നാട്ടിലേക്ക് ഓടിപ്പോന്ന അഭയാർത്ഥികൾ. യുദ്ധം തവിടുപൊടിയാക്കിയ ബർമയിൽ നിന്നും രക്ഷപ്പെട്ട് നാട്ടിലെത്തിയവർ തീവണ്ടിയിൽ തങ്ങളുടെ നാടിനെ സ്വപ്നം കണ്ടു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ഓർമ്മയായിരുന്നു അത്. അദ്ദേഹം ഒരിക്കലും മറക്കാത്ത ഒരോർമ്മ. അതുകൊണ്ട് തന്നെ ആവാം ഇങ്ങനെ സ്വന്തം നാട്, സ്വന്തം ഒക്കെ നഷ്ടമായവരെ, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി തന്നെ കാണാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത്. അപ്പോൾ ശുഭരാത്രി. മാമേദിയുടെ മകന് വിട നൽകട്ടെ. ശുഭരാത്രി.